ഓഡിബിൾ ആണെന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മള് ബോറിക് ആസിഡിന്റെ ഓഡിയോ ഗ്രൂപ്പിലിട്ടിരുന്നു. സോ ഫാർമസ്യൂട്ടിക് കെമിസ്ട്രി 1ന്റെ ഒരു പോർഷൻ ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അപ്പം ഓൾറെഡി ബോറിക് ആസിഡ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത ഏരിയാസ് ആണ് അല്ലെ. സോ നമുക്ക് അത് തന്നെ ഒന്ന് നോക്കാം. ബോറിക് ആസിഡ് എന്തായിരുന്നു? ഇറ്റ് ഈസ് H3BO3 ആണ് ഫോർമുല. ഒക്വേഴ്സ് ഇൻ നേച്ചർ ആസ് മിനറൽസ് ആസോലൈറ്റിന്റെ രീതിയിലാണ് നമുക്ക് അവൈലബിൾ ആയിരിക്കുന്നത്. നമ്മൾ ഓൾറെഡി അത് പറഞ്ഞു. ബോറാസിക് ആസിഡ്, ആസിഡം, ബോറിക്കം, ഓർത്തോ ബോറിക് ആസിഡ്, ഇങ്ങനെ 3 സിനോണിംസിലാണ് യൂഷ്വലി ബോറിക് ആസിഡ് അറിയുന്നത്. പ്രോപ്പർട്ടീസ് നാച്ചുറൽ സോഴ്സിൽ നിന്നാണ് കിട്ടുന്നത്. യൂഷ്വലി കെർണൈറ്റ് അല്ലെങ്കിൽ റോസോറൈറ്റ് എന്ന് പറയുന്ന 2 നാച്ചുറൽ സോഴ്സിൽ നിന്ന് കിട്ടും എന്നൊക്കെ പറഞ്ഞു അല്ലെ. സോ ബോറിക് ആസിഡ് ഓൾറെഡി പറഞ്ഞതാണ്. ഓക്കെ. സോ നെക്സ്റ്റ് ബോറിക് ആസിഡ് കഴിഞ്ഞാൽ അടുത്ത ഏജന്റ് ആണ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. സോ ഹൈഡ്രോക്ലോറിക് ആസിഡ് നിങ്ങൾക്ക് അറിയാലോ, ഫോർമുല എന്താ വരിക? ഫോർമുല ഇറ്റ് ഈസ് HCl അല്ലെ. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് മ്യൂറിയാറ്റിക് ആസിഡ് അല്ലെങ്കിൽ ആസിഡം ഹൈഡ്രോക്ലോറിക് അല്ലെങ്കിൽ സ്പിരിറ്റ് ഓഫ് സോൾട്ട് എന്നൊക്കെ അറിയപ്പെടുന്നത് എന്താണ്? ഇറ്റ് ഈസ് ബോറിക് ആസിഡ്. ഓക്കെ. സോ ബോറിക് ആസിഡ് നമ്മൾ ലാബിലും യൂസ് ചെയ്യാറുണ്ട്, അതേപോലെ ഇൻഡസ്ട്രിയൽ ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. മെയിൻലി നമ്മൾ എങ്ങനെയാ ഹൈഡ്രോക്ലോറിക് ആസിഡ് പ്രിപ്പയർ ചെയ്യുന്നത്? HCl നമ്മൾ ഹൈഡ്രജൻ ക്ലോറൈഡ് ഗ്യാസിനെ നമ്മൾ ഹൈഡ്രോക്ലോറിക് ആസിഡ് ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, സൊല്യൂഷൻ ഓഫ് ഹൈഡ്രജൻ ക്ലോറൈഡ് ഗ്യാസ് ഇൻ വാട്ടർ കണ്ടെയ്നിങ് നോട്ട് ലെസ് ദാൻ 35% അല്ലെങ്കിൽ നോട്ട് മോർ ദാൻ 38% വെയിറ്റ് ഓഫ് HCl ആയിരിക്കും നമ്മൾ അതിനു വേണ്ടി കൺസിഡർ ചെയ്യുന്നത്. സോ യൂഷ്വലി മിനറൽ സോൾട്ടുകളിൽ നിന്നാണ്, അല്ലെങ്കിൽ മിനറൽ സോൾട്ടിൽ നിന്ന് പ്രിപ്പയർ ചെയ്യുന്ന ആസിഡിനെ എന്താ പറയാ? മിനറൽ ആസിഡ്. സോ യൂഷ്വലി മിനറൽ ആസിഡ്സ് നിന്നാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ. ആൻഡ് ഇറ്റ് വിൽ ബി പ്രിപ്പയർഡ് ബൈ ആക്ഷൻ ഓഫ് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡിൽ കൂടെ നമുക്ക് ഹൈഡ്രജൻ ക്ലോറൈഡിനെ കടത്തി വിട്ടിക്കഴിഞ്ഞാൽ HCl കിട്ടും. ഓക്കെ. സോ ഹൈഡ്രോക്ലോറിക് ആസിഡ്, ആസിഡം ഹൈഡ്രോക്ലോറിക്, മ്യൂറിയാറ്റിക് ആസിഡ്, സ്പിരിറ്റ് ഓഫ് സോൾട്ട് പ്രിപ്പയർഡ് ഫ്രം മിനറൽ സോൾട്ട്. സോ മിനറൽ സോൾട്ട് എന്ന് പ്രിപ്പയർ ചെയ്തുകൊണ്ട് തന്നെ മിനറൽ ആസിഡ് എന്നാണ് അറിയപ്പെടുന്നത്. ക്ലിയർ ഫ്യൂമിംഗ് ലിക്വിഡ് ആണ്. അതിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുന്നത് 1.18 ആണ്. ഓക്കെ. സോ ഇറ്റ് ഈസ് കളർലെസ്, clear, fuming liquid with a pungent odor and specific gravity is 1.18. Okay, pungent order 1.18 ആണ് വരുന്നത്. Fumes of pungent order will disappear when it is diluted with twice the quantity of water. Okay, so ഇരട്ടി വെള്ളം ഉപയോഗിച്ച് ഡൈല്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ പഞ്ചന്റ് ഓർഡർ നഷ്ടപ്പെടുന്നതായിട്ട് കാണാൻ സാധിക്കും. ഓക്കെ. ആൻഡ് ഒരു ഭയങ്കര സ്ട്രോങ് ആസിഡ് ആയിട്ട് ഡൈല്യൂട്ട് ചെയ്ത് കഴിഞ്ഞാലും ദിസ് പർട്ടിക്കുലർ ആസിഡ് ആഫ്റ്റർ ഡൈല്യൂട്ടിങ് പോലും അത് ലിറ്റ്മസിൽ കളർ ചേഞ്ച് ഉണ്ടാക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇറ്റ് വിൽ ടേൺസ് ബ്ലൂ ലിറ്റ്മസ് ടു റെഡ് ആക്കി മാറ്റുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. സോ നെക്സ്റ്റ് വൺ ഇസ് പ്രിപ്പറേഷൻ. സോ ലെബ്ലാൻഡ് സോഡ പ്രോസസ് എന്നാണ് അറിയപ്പെടുന്നത്. സോ നമുക്ക് പ്രിപ്പറേഷൻ നോക്കാം. ഇറ്റ് ക്യാൻ ബി പ്രിപ്പയർഡ് ബൈ ആക്ഷൻ ഓഫ് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡിനെ കോമൺ സോൾട്ടിൽ കൂടെ, കോമൺ സോൾട്ട് എന്ന് പറയുന്നത് എന്തുവാ? NaCl, സോഡിയം ക്ലോറൈഡ് അല്ലെ. സോഡിയം ക്ലോറൈഡിൽ കൂടെ സൾഫ്യൂരിക് ആസിഡിനെ കടത്തി വിടുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഹൈഡ്രോക്ലോറിക് ആസിഡ് കിട്ടും. ഓക്കെ. കൊമേഴ്സ്യലി എങ്ങനെയാ മാനുഫാക്ചർ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഉപ്പും കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡും കൂടെ ഒരു കാസ്റ്റ് അയൺ പാനിൽ വെച്ചിട്ട് ഒരു കേക്ക് ഫർണസിലോ അല്ലെങ്കിൽ സോൾട്ട് കേക്ക് ഫർണസിലോ ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്യുക? HCl പ്രിപ്പയർ ചെയ്യുക. ആൻഡ് സോഡിയം ഹൈഡ്രജൻ സൾഫേറ്റിനെ എക്സസ് ഓഫ് സോഡിയം ക്ലോറൈഡുമായിട്ട് സ്ട്രോങ് ആയിട്ട് ഹീറ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? HCl കിട്ടും. HCl gas is passed by a pipeline to a tower containing lumps of coke against the spray of cold water with percolates down. The collected dilute acid at bottom is again sprayed down to absorb more HCl gas to get concentrated acid. Alternatively, hydrogen chloride gas എന്ന് പറയുന്നത് ഹൈഡ്രജൻ അല്ലെങ്കിൽ
ക്ലോറിൻ ഗ്യാസിൽ നിന്നായിരിക്കും നമുക്ക് എന്ത് കിട്ടുക, ഹൈഡ്രജൻ അല്ലെങ്കിൽ സോഡിയം ക്ലോറൈഡ് സൊല്യൂഷൻ കിട്ടുന്നത്. ഓക്കെ, ഇനി ഹൈഡ്രോക്ലോറിക് ആസിഡ് സ്റ്റോർ ചെയ്യാൻ ഒരേ ഒരു കണ്ടീഷൻ, ഒരു വെൽ ക്ലോസ്ഡ് കണ്ടെയ്നർ, അത് എയറുമായിട്ടൊന്നും റിയാക്ഷൻ ഇല്ല, അതുകൊണ്ട് എയർ ടൈറ്റ് കണ്ടെയ്നറിൽ, സോറി, വെൽ ക്ലോസ്ഡ് കണ്ടെയ്നറിൽ സൂക്ഷിക്കണം എന്നേ പറഞ്ഞു. എയർ ടൈറ്റ് എന്നൊരു വേർഡ് അവിടെ ഉദ്ദേശിച്ചിട്ടില്ല. ഓക്കെ, എയർ ടൈറ്റ് സൂക്ഷിക്കേണ്ടത് എപ്പോഴാണ്, വെൻ ഇറ്റ് ഈസ് ഹാവിംഗ് എൻ ഇന്ററാക്ഷൻ വിത്ത്, ഒരു എയറുമായിട്ട് ഇന്ററാക്ഷനോ ഒരു ഓക്സിഡേഷനോ ഒക്കെ വരുമ്പോഴാണ് എയർ ടൈറ്റ് കണ്ടെയ്നറിലേക്ക് സൂക്ഷിക്കേണ്ടത്. അല്ലെങ്കിൽ അതിന് നമ്മളൊരു വെൽ ക്ലോസ്ഡ് കണ്ടെയ്നറിൽ സൂക്ഷിക്കേണ്ട കാര്യമേ ഉള്ളൂ. ഓക്കെ, സോ യൂഷ്വലി യൂസ് ചെയ്യുന്ന എന്തായിട്ടാണ്, ഒരു ഫാർമസ്യൂട്ടിക്കൽ ആസിഡോ അല്ലെങ്കിൽ ഒരു ഗ്യാസ്ട്രിക് ആസിഡിഫയറോ ഒക്കെ ആയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. സോ യൂസ് എന്താണ്, ഹൈഡ്രോക്ലോറിക് ആസിഡ് HCl ഫാർമസ്യൂട്ടിക്കൽ എയ്ഡ് ആയിട്ട് ഉപയോഗിക്കാറുണ്ട്, ഒരു ആസിഡിഫൈങ് ഏജന്റ് ആയിട്ട് ഉപയോഗിക്കാറുണ്ട്. ദെൻ ഡൈല്യൂട്ട് HCl നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഡൈല്യൂട്ട് ചെയ്തിട്ട് ഒരു ഗ്യാസ്ട്രിക് ആസിഡിഫയർ ആയിട്ട് ഉപയോഗിക്കും. അതായത് ഗ്യാസ്ട്രിക് ജ്യൂസിലുള്ള HCl അളവ് കുറവാണ് എങ്കിൽ ആ സമയം ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് നമ്മൾ അക്ലോർഹൈഡ്രിയ എന്ന് പറയുന്ന കണ്ടീഷന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, HCl ഉപയോഗിക്കാറുണ്ട്. Next one is strong ammonium hydroxide. So aqueous solution of ammonia എന്ന് പറയുന്നതാണ് strong ammonium hydroxide. So synonym എന്തൊക്കെയാണ്, അമോണിയ സൊല്യൂഷൻ, സ്ട്രോങ് ലിക്വർ അമോണിയ, അമോണിയം ഹൈഡ്രോക്സൈഡ്, സ്ട്രോങ്ങർ അമോണിയ വാട്ടർ. ഓക്കെ, സോ സ്ട്രോങ് അമോണിയം ഹൈഡ്രോക്സൈഡ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡ് ആണ് ഹെയ്ബർ പ്രോസസ്. യൂഷ്വലി അറ്റ്മോസ്ഫിയറിക് നൈട്രജനിൽ നിന്ന് ആണ് നമ്മൾ സ്ട്രോങ് അമോണിയം ഹൈഡ്രോക്സൈഡ് പ്രിപ്പയർ ചെയ്യുന്നത്. സോ അതിനെ പറയുന്നതാണ് ഹെയ്ബർ പ്രോസസ്. It is prepared by synthesis from atmospheric nitrogen. So prepare in the process എന്താണ്, Haber process. Okay, so it is obtained from the ammoniacal liquor from gas works by distillation with the slaked lime. Slaked lime ഒക്കെ നിങ്ങൾ ഇനി വഴിയേ പഠിക്കും. സോഡിയം അല്ലെങ്കിൽ hydroxide, sodium hydroxide is caustic soda. Then so calcium hydroxide is slaked lime. നമ്മളുടെ ഇതെന്താണ്, നമ്മൾ എന്താണ് ഇപ്പൊ ചോദിച്ചത്, ഹെയ്ബർ പ്രോസസ്സിനകത്ത് നമ്മൾ എന്താണ് ചെയ്തത്, ഒന്നെങ്കിൽ സ്ലേക്കഡ് ലൈം അതായത് കാൽസ്യം ഹൈഡ്രോക്സൈഡ് ഉപയോഗിച്ചിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്ട്രോങ് അമോണിയം ഹൈഡ്രോക്സൈഡ് പ്രിപ്പയർ ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് ഒബ്റ്റൈൻഡ് ഫ്രം അമോണിയാക്കൽ ലിക്കർ ബൈ ഗ്യാസ് വർക്ക് ഫ്രം ഡിസ്റ്റിലേഷൻ ഓഫ് സ്ലേക്കഡ് ലൈം. ഓക്കെ, സ്ലേക്കഡ് ലൈം എന്നാണ് പ്രിപ്പയർ ചെയ്യുന്നത്. സോ നിങ്ങൾ ഇത്ര മാത്രം മനസ്സിലാക്കിയാൽ മതി, ഹെയ്ബർ പ്രോസസ്സിൽ നിന്നാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, യൂഷ്വലി ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു അതിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുന്നത് 0.880 ആണ്. അതുകൊണ്ട് തന്നെ അതിന് 88 അമോണിയ എന്നൊരു പേരും കൂടെ ഉണ്ട്. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് 88 ammonia. The most concentrated commercial solution contain about 35% of NH3. അതായത് ഇത് ഈ പറയുന്ന പോലെ കുറച്ച് റിയാക്റ്റീവാ. അപ്പം സ്ട്രോങ് അമോണിയ സൊല്യൂഷനകത്ത് 27 മുതൽ 30 വെയിറ്റ് ബൈ വെയിറ്റേ ഉള്ളൂ. ആൻഡ് സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുന്നത് 0.88 ആണ്. സോ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്, കളർലെസ്, ഓർഡർലെസ്, ദെൻ സ്ട്രോങ് പഞ്ചന്റ് ആണ്, ക്യാരക്ടറിസ്റ്റിക് ആയിട്ടുള്ള ഒരു സ്മെല്ലുണ്ട്, സ്റ്റേബിൾ ആണ്, then solution contain 27.5% weight by weight of NH3, then preferably 10% ഉപയോഗിച്ച് tropical temperature dilute ചെയ്യാം. Excess care in handling the strong ammonia solution, കാരണം അത് കോസ്റ്റിക് അല്ലെങ്കിൽ ഇപ്പം അമോണിയ, സ്ട്രോങ് അമോണിയത്തിൽ നിന്ന് വരുന്ന വേപ്പർ ഒക്കെ നമുക്ക് ഇറിറ്റേറ്റിംഗ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഒരു കണ്ടെയ്നറിലേക്ക് മാറ്റുന്നതിന് മുമ്പ് അതിന് കുറച്ചു നേരം ആ കണ്ടെയ്നർ കൂൾ ആവാൻ വേണ്ടി വെക്കണം. അതിനുശേഷം വേണം നമ്മൾ എന്ത് ചെയ്യാൻ, അതിനെ ക്ലോസ് ചെയ്യാൻ. ക്ലോസ് ചെയ്താൽ തന്നെയും നമ്മുടെ മുഖത്തേക്ക് അതിന്റെ വേപ്പർ അടിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം. അവോയ്ഡ് ടേസ്റ്റ് ആൻഡ് ഇൻഹലേഷൻ ഓഫ് ദ വേപ്പർ. എക്സ്പോഷർ ടു സ്ട്രോങ് അമോണിയ ക്യാൻ ലീഡ് ടു എന്തൊക്കെ ഉണ്ടാക്കാം, അല്ലെങ്കിൽ സഫോക്കേഷൻസ് ഒക്കെ ഉണ്ടാക്കാം. ആൻഡ് ഹാസ് ടു ബി സ്റ്റോർഡ് ഇൻ എയർ ടൈറ്റ് കണ്ടീഷണറിൽ സ്റ്റോർ ചെയ്യാം, കൂൾ പ്ലേസിൽ സ്റ്റോർ ചെയ്യണം. ഇനി അമോണിയ സോൾട്ട് അറിയാലോ, NH4+.
അത് ആൽക്കലൈൻ മെറ്റൽ കാറ്റയോണിനെ റിസംബിൾ ചെയ്തിട്ടായിരിക്കുക. സോ അതിന് സോല്യൂബിലിറ്റി എന്ന് പറയുന്നത്, ക്രിസ്റ്റലൈൻ ഫോം എന്ന് പറയുന്നത്, ഇറ്റ് ഈസ് ഹാവിംഗ് സ്ട്രൈക്കിംഗ് ഡിഫറൻസ് ഇൻ ദ വോളറ്റൈലിറ്റി ഓഫ് അമോണിയം സോൾട്ട്. അതുകൊണ്ട് തന്നെ they are appreciably hydrolyzed in solution, so being derived from a comparative weak base. So the availability of an unshared pair of electron in ammonia molecule എന്ന് പറയുന്നത് എന്താണ്? It will form a ligand. Okay, ഒരു soluble complex നോട്, അയോണിനോട് ഒരു ഹെവി മെറ്റൽ കാറ്റയോണുമായിട്ട് എന്ത് ചെയ്യും? കോംപ്ലക്സ് ഉണ്ടാക്കും. കോപ്പർ, സിൽവർ, സിങ്ക്, കാഡ്മിയം, ക്രോമിയം, നിക്കൺ അങ്ങനെയുള്ള വസ്തുക്കളോട് എന്ത് ചെയ്യും? ഒരു ലിഗാൻഡ് ഫോർമേഷൻ ഉണ്ടാക്കും. The hydroxides അല്ലെങ്കിൽ insoluble ആയിട്ടുള്ള salt of these metals will become soluble in ammonia solution. So ammonia can form ammonia basic salt through a reaction known as ammonolysis, just similar as water hydrolysis of certain salt. Okay, so നമ്മൾ പറഞ്ഞ എന്താണ്? അമോണിയയുടെ ഹൈഡ്രോളിറ്റിക് പ്രോസസ്സിനെ പറ്റിയാണ് പറയുന്നത്. അമോണിയ, സ്ട്രോങ് അമോണിയം ഹൈഡ്രോക്സൈഡ് പ്രിപ്പയർ ചെയ്യാനായിട്ട് ഹേബർ പ്രോസസ് ആണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. നമുക്ക് മുഖത്തൊക്കെ അടിച്ചു പോയാൽ സഫോക്കേഷൻ പോലെയുള്ള ബുദ്ധിമുട്ടുകൾ അതുകൊണ്ട് ഉണ്ടാവാം. ദെൻ മേജർ ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഹാസ് ടു ബി സ്റ്റോർഡ് ഇൻ എയർ ടൈറ്റ് കണ്ടീഷൻ. ഇൻകോമ്പാക്ടിബിലിറ്റി എന്ന് പറയുന്നത്, ഇറ്റ് ഈസ് ഇൻകോമ്പാക്ടിബിൾ വിത്ത് അയഡിൻ, hypochlorite and salt of heavy metal, notably mercury chloride and silver salt, alkaloidal salt, tannin. Pharmaceutical use എന്താണ്? One account of irritant property of strong ammonium solution എന്ന് പറയുന്നത്, they are commonly dilute solution of ammonia. Okay, dilute solution of ammonia എന്നാണ് അവരെ അറിയപ്പെടുന്നത്. നമ്മൾ ലബോറട്ടറിയിലും യൂസ് ചെയ്യാറുണ്ട്. സ്ട്രോങ് സൊല്യൂഷൻ റിട്ടേൺ ആയതുകൊണ്ട് തന്നെ നമ്മൾ അതിന് ഡൈല്യൂട്ടഡ് ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ദെൻ 0.960 ആണ് സ്പെസിഫിക് ഗ്രാവിറ്റി. ലബോറട്ടറി ആയിട്ടും ഫാർമസ്യൂട്ടിക്കൽ അല്ലെങ്കിൽ മെഡിസിനൽ പർപ്പസിനും അവരെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ യൂസ്ഡ് ആൻ ആൽക്കലൈസിങ് ഏജന്റ്. ഡൈല്യൂട്ട് അമോണിയ സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു റിഫ്ലക്സ് സ്റ്റിമുലന്റ്. റിഫ്ലക്സ് എലിമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? റിഫ്ലക്സ് സ്റ്റിമുലന്റ്. റിഫ്ലക്സ് സ്റ്റിമുലന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ CNS-ന് ഹാർട്ട് റേറ്റ് ഒക്കെ ഇംപ്രൂവ് ചെയ്യാൻ റെസ്പിറേറ്ററി സ്റ്റിമുലേഷൻ കൊടുക്കുന്നതാണ് റിഫ്ലക്സ് സ്റ്റിമുലന്റ് എന്ന് പറയുന്നത്. ഓൾസോ ഇറ്റ് ഇസ് ഹാവിംഗ് എ റുബിഫേഷ്യന്റ് ആക്ഷൻ ഫോർ ലിനിമെന്റ്, ടർപ്പന്റൈൻ ലിനിമെന്റ് ഒക്കെ എടുത്താൽ റുബിഫേഷ്യന്റ് ആക്ഷൻ ഉണ്ട്. ദെൻ സ്ട്രോങ് അമോണിയ അസറ്റേറ്റിലും അരോമാറ്റിക് സ്പിരിറ്റിലും ഒക്കെ നമ്മൾ ഇവരെ ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, സോ യൂസ്ഡ് ആസ് എ റിഫ്ലക്സ് സ്റ്റിമുലന്റ് ഇൻ പേഴ്സൺസ് ഹു ആർ ഹാവിംഗ് ഫെയിന്റഡ്. റെസ്പിറേറ്ററി സ്റ്റിമുലേഷൻ വേണ്ട അടുത്ത് ഹാർട്ട് റേറ്റ് കൂട്ടാനായിട്ടൊക്കെ റിഫ്ലക്സ് സ്റ്റിമുലന്റ് ആയിട്ട് ഉപയോഗിക്കാറുണ്ട്. Then as a rubefacient in the form of liniment, then and also as a vasoconstrictor. Ammonia gas can also be used as an inhaled from smelling salt to cause vasoconstriction. ഇപ്പം നമ്മുടെ നോസ് ബ്ലീഡിങ്ങോ നേസൽ സെക്രീഷനോ ഒക്കെ ഫ്ലോ ഒക്കെ കുറയുകയാണ് എന്നുണ്ടെങ്കിൽ ആ സമയം നമുക്ക് ഉപയോഗിക്കാം. അരോമാറ്റിക് സ്പിരിറ്റ് ഓഫ് അമോണിയയിലും സ്ട്രോങ് അമോണിയം അസറ്റേറ്റ് സൊല്യൂഷനിലും നമുക്ക് എന്ത് ചെയ്യാം? ഇവരെ ഉപയോഗിക്കാം. ഓക്കെ, നെക്സ്റ്റ് ഏജന്റ് ഞാൻ പറയുന്നത് കാൽസ്യം ഹൈഡ്രോക്സൈഡ് ആണ്. കാൽസ്യം ഹൈഡ്രോക്സൈഡിന്റെ പ്രത്യേകത എന്താ? ഇക്വേഷൻ എന്താ? കാൽസ്യം ഹൈഡ്രോക്സൈഡ്, കാൽസ്യം Ca hydroxide is OH. ഓക്കെ, സോ കാൽസ്യം ഹൈഡ്രോക്സൈഡ് കോമ്പൗണ്ട്സിന്റെ ഇക്വേഷൻ അല്ലെങ്കിൽ കെമിക്കൽ ഫോർമുല എന്ന് പറയുന്നത് എന്താണ്? CaOH twice അല്ലെ, അതാണ് കാൽസ്യം ഹൈഡ്രോക്സൈഡ്. CaOH twice എന്നാണ് പറയുന്നത്. So it is also called as slaked lime, prepared by slaking quick lime അല്ലെങ്കിൽ കാൽസ്യം ഓക്സൈഡിനെ വാട്ടർ ആഡ് ചെയ്തിട്ട് ഷേക്ക് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് കാൽസ്യം ഹൈഡ്രോക്സൈഡ്. Here the crumbles to a powder with considerable development of heat. ഇവിടെ കുറച്ച് amount of heat വരും. എക്സോതെർമിക് റിയാക്ഷൻ ആണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ക്വിക്ക് ലൈം ഈസ് obtained by heating limestone അല്ലെങ്കിൽ ഷെൽ. ഓക്കെ, കാൽസ്യം കാർബണേറ്റ് എന്ന് പറയില്ലേ, ലൈംസ്റ്റോൺ അല്ലെങ്കിൽ ഷെല്ലൊക്കെ ഉള്ളത്, അവരെ ചൂടാക്കിയിട്ട് ക്വിക്ക് ലൈം ഉണ്ടാക്കും. ഈ ക്വിക്ക് ലൈമിലാണ് നമ്മൾ എന്തുണ്ടാക്കുന്നത്? കാൽസ്യം ഹൈഡ്രോക്സൈഡ് പ്രിപ്പയർ ചെയ്യുന്നത്. സോ പ്രോപ്പർട്ടീസ് ഒന്ന് നോക്കിക്കേ.
സോഫ്റ്റ് വൈറ്റ് പൗഡർ ആണ്. കാൽസ്യം എന്ന് കേൾക്കുമ്പോഴേ വൈറ്റ് മനസ്സിൽ വരുന്നുണ്ടാവും അല്ലെ. സോ സോഫ്റ്റ് വൈറ്റ് പൗഡർ ആണ് വിത്ത് ഒരു ആൽക്കലൈൻ അല്ലെങ്കിൽ ഒരു സ്ലൈറ്റ്ലി ബിറ്റർ ടേസ്റ്റ് ഉണ്ട്. റെഡിലി അബ്സോർബ് കാർബൺ ഡയോക്സൈഡ് ഫ്രം ദ എയർ. എന്നിട്ട് അത് കാർബൺ ഡയോക്സൈഡ് ആയിട്ട് അബ്സോർബ് ചെയ്തിട്ട് കാൽസ്യം കാർബണേറ്റ് ആയിട്ട് മാറും. ഓക്കെ, മനസ്സിലായോ? കാൽസ്യം ഹൈഡ്രോക്സൈഡ് നമ്മൾ ഓപ്പൺ ആയിട്ട് വെക്കുകയാണെങ്കിൽ കാർബൺ ഡയോക്സൈഡ് അബ്സോർബ് ചെയ്തിട്ട് കാൽസ്യം കാർബണേറ്റ് ആയിട്ട് മാറും. ഓക്കെ, സോ കാൽസ്യം കാർബണേറ്റ് ആയിട്ട് മാറാതിരിക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്റ്റോർ ചെയ്യുമ്പോൾ എയർ ടൈറ്റ് കണ്ടെയ്നറിൽ സൂക്ഷിക്കാം. Okay, they are sparingly soluble in water. A cold saturated solution called as lime water, which contain 1.7 gram of 1.7 gram per liter, and solubility will increase with rise in temperature. Okay, so solutions, sugar solutions case soluble ആയിരിക്കും, ഗ്ലിസറോളിന്റെ കേസിലും കൂടുതൽ soluble ആയിരിക്കും, and it is insoluble in alcohol. Solubility in sucrose solutions എന്ന് പറയുന്നത് കാൽസ്യം സുക്രോസ്റ്റേറ്റ് അല്ലെങ്കിൽ സൊല്യൂഷൻ ഇൻ വാട്ടർ is alkaline to litmus and it is readily absorb carbon dioxide എന്നിട്ട് മിൽക്കി ആയിട്ടുള്ള കാൽസ്യം കാർബണേറ്റ് ആയിട്ട് മാറും. സോ ഒരു എയർടൈറ്റ് കണ്ടെയ്നറിലേക്ക് നമ്മൾ എന്ത് ചെയ്യും? ഇതിനെ കൺവേർട്ട് ചെയ്യും. സോ ഫാർമസ്യൂട്ടിക്കൽ യൂസ് എന്തൊക്കെയാണ്? ആന്റാസിഡ് ആയിട്ട് യൂസ് ചെയ്യാം, ആസ്ട്രീജന്റ് ആയിട്ട് യൂസ് ചെയ്യാം. ഇറ്റ് ഈസ് ഗിവൺ orally. So we are telling about the properties of soft white powder, slight bitter taste, and a carbon. So we are telling about the properties. So usually it is soft white powder with alkaline അല്ലെങ്കിൽ slightly bitter taste ആണ്. Readily carbon dioxide absorb ചെയ്തുകൊണ്ട് എന്തായിട്ട് മാറും? കാൽസ്യം കാർബണേറ്റ് ആയിട്ട് മാറും. ഫാർമസ്യൂട്ടിക്കൽ യൂസ് എന്തൊക്കെയാണ്? It can be used as antacid, astringent, orally as solutions. Then milk ആയിട്ട് നമ്മൾ കൊടുക്കത്തില്ല, കാരണം if we are giving in added with milk ആണെങ്കിൽ large clot of curds stomachal formations ഉണ്ടാകാം. So it will prevent the formation. So usually അറിയാലോ നമ്മള് antacids ഒക്കെ മിൽക്കുമായിട്ട് കുറച്ചൊരു ഇത് ഇട്ടേ കൊടുക്കുള്ളൂ അല്ലേ. is given orally as solutions which when added to milk prevents the formation of large clot of curd in the stomach. As an astringent extensively beetle leaf towards white കൊടുക്കും. So as a mild antacid it does not cause any liberation of so at the same time the calcium chloride so formed on neutralization the stomach is absorbed and forms a source of calcium. The alkaline
The alkalinity of sodium hydroxide അല്ലെങ്കിൽ കാൽസ്യം ഹൈഡ്രോക്സൈഡ് എന്ന് പറയുന്നത് ഫ്രീ ഫാറ്റി ആസിഡ്സിനോട് വേരിയസ് ഓയിൽസുമായിട്ട് റിയാക്ട് ചെയ്യും ആൻഡ് ഫ്രോം കാൽസ്യം സോൾട്ട്. സോ കാൽസ്യം സോൾട്ട് ഓഫ് ഫാറ്റി ആസിഡ്സ്. ഓക്കെ, സോ ഇറ്റ് വിൽസ് ഹാവിംഗ് ഡിഫറെന്റ് എമൾസിഫൈങ് പ്രോപ്പർട്ടീസ് ഉണ്ട്. കാൽസ്യം ഹൈഡ്രോക്സൈഡ് സോഡിയം ഹൈഡ്രോക്സൈഡിന്റെ കൂടെ തന്നെ നമുക്ക് ഉപയോഗിക്കാം. അതിന് പറയുന്ന പേരെന്താ? സോഡ ലൈം. കണ്ടോ? സോഡ ലൈം. ഓക്കെ, സോ ഇത്രയുമാണ് കാൽസ്യം ഹൈഡ്രോക്സൈഡ്. സോ കാൽസ്യം ഹൈഡ്രോക്സൈഡ് ഏറ്റവും ബേസിക് ആയിട്ടുള്ളത് നിങ്ങൾക്ക് ഞാൻ നോട്ടിൽ തന്നിരിക്കുന്നത്, ഒന്നും കൂടുതലായിട്ടില്ല. സ്ലേക്കഡ് ലൈം എന്നറിയപ്പെടുന്നു. പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് എന്താണ്? സോഫ്റ്റ് വൈറ്റ് പൗഡർ ആണ്, സ്ലൈറ്റ്ലി ബിറ്റർ ടേസ്റ്റ് ആണ്. കാർബൺ ഡൈ ഓക്സൈഡ് അറ്റ്മോസ്ഫിയറിൽ നിന്ന് എടുത്തുകൊണ്ട് കാൽസ്യം കാർബണേറ്റ് ആയിട്ട് മാറും. സ്പാരിംഗ്ലി സോല്യൂബിൾ ഇൻ വാട്ടർ. ഇറ്റ് ഈസ് സ്പാരിംഗ്ലി സോല്യൂബിൾ ഇൻ വാട്ടർ. പിന്നെന്താ പറഞ്ഞേ? Then called saturated solution, lime water of calcium hydroxide ആയിട്ട് മാറാറുണ്ട്. ഓക്കെ, അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞതെന്ന് ഓർമ്മയുണ്ടല്ലോ അല്ലെ? സോ ഇറ്റ് ഈസ് സ്പാരിംഗ്ലി സോലബിൾ ഇൻ വാട്ടർ. അതുകൊണ്ട് തന്നെ കോൾഡ് സാച്ചുറേറ്റഡ് സൊല്യൂഷൻ കോൾഡ് ആസ് ലൈം വാട്ടർ വിച്ച് കണ്ടെയ്ൻ 1.7 gram per liter and the solubility will decrease on rise in temperature. ടെമ്പറേച്ചർ കൂടുന്തോറും solubility കുറയുകയേ ഉള്ളൂ. Then it is more soluble in glycerol and sugar solution. Alcohol insoluble ആണ്. Calcium hydroxide in water എന്ന് പറയുന്നത് എന്താണ്? It will alkalinize the litmus. Storage in the store in airtight container, use antacids and aspergen. നെക്സ്റ്റ് നമ്മൾ പോകുന്നത് സോഡിയം ഹൈഡ്രോക്സൈഡിലേക്കാണ്. എന്താണ് സോഡിയം ഹൈഡ്രോക്സൈഡിന്റെ പ്രത്യേകത? NaOH അല്ലെങ്കിൽ കോസ്റ്റിക് സോഡ എന്നാണ് അറിയപ്പെടുന്നത്. സോ IP പ്രകാരം കോസ്റ്റിക് സോഡ എന്ന് പറയുന്നത് ഡസ് നോട്ട് കണ്ടെയ്ൻ അല്ലെങ്കിൽ ഷുഡ് നോട്ട് കണ്ടെയ്ൻ നോട്ട് ലെസ് ദാൻ 95% ഓഫ് ടോട്ടൽ ആൽക്കലൈ. അതായത് NaOH എന്ന് പറയുന്നതിന്റെ അകത്ത് NaOH 95% എങ്കിലും ഉണ്ടായിരിക്കണം. 3% മാത്രമേ സോഡിയം കാർബണേറ്റ് പോലെയുള്ള ഏജന്റുകൾ ഉണ്ടാവാൻ പാടുള്ളൂ. സോ രണ്ട് പ്രോസസ്സിൽ കൂടിയാണ് പ്രധാനമായിട്ട് ഉണ്ടാക്കുന്നത്. ഫസ്റ്റ് വൺ ഈസ് സോഡ ലൈം പ്രോസസ്, രണ്ടാമത് ഇലക്ട്രോളിസിസ് ഓഫ് NaCl സൊല്യൂഷൻ. സോഡ ലൈം പ്രോസസ് എന്താണ്? സോഡിയം ഹൈഡ്രോക്സൈഡ്. രണ്ട് പ്രോസസ്സാ. ഏതൊക്കെയാ? സോഡ ലൈം പ്രോസസ്, ഇലക്ട്രോളിസിസ് ഓഫ് സോഡിയം ക്ലോറൈഡ് സൊല്യൂഷൻ. സോഡ ലൈം പ്രോസസ് എന്ന് പറഞ്ഞാൽ സോഡിയം ഹൈഡ്രോക്സൈഡിനെ നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്നത് സോഡിയം കാർബണേറ്ററിനെ വാട്ടറും ലൈമുമായിട്ട് മിക്സ് ചെയ്ത് ലാർജ് അയൺ ടാങ്കിൽ സൂക്ഷിക്കുക. റിയാക്ഷൻ ഇസ് റിവേഴ്സിബിൾ ബട്ട് മോർ ദാൻ 90%. ഓക്കെ, മോർ ദാൻ 90% ഓഫ് sodium carbonate is converted into sodium hydroxide when correct quantities are used. ഈ ഫിൽട്രേറ്റിൽ സോഡിയം ഹൈഡ്രോക്സൈഡ് ഉണ്ട്, അത് ഇവാപറേറ്റ് ചെയ്ത് പോകും. ആ ഇവാപറേറ്റ് ചെയ്യുന്നത് മോൾട്ടൺ പ്രോഡക്റ്റിലേക്കായിരിക്കും കിട്ടുന്നത്. ഇതിന് പിന്നീട് നമ്മൾ സ്റ്റിക്കും സ്കെയിൽസും പെല്ലറ്റും മാസസും ഒക്കെ ആക്കി മാറ്റും. ഏറ്റവും എളുപ്പമായിരിക്കും പെല്ലറ്റും സ്കെയിലും ഒക്കെ ആയിരിക്കും ഏറ്റവും ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഇനി അടുത്ത ഒരു പ്രോസസ് ആണ് ഇലക്ട്രോളിസിസ് ഓഫ് NaCl സൊല്യൂഷൻ. സോ സോഡിയം ക്ലോറൈഡ് നമുക്ക് ലാർജ് ക്വാണ്ടിറ്റീസിൽ സോഡിയം ക്ലോറൈഡ് നമ്മുടെ ഇലക്ട്രോളിസിസ് നടത്തിയിട്ടാണ് ഉണ്ടാക്കുക. സോ അതിൽ നമ്മൾ ചെയ്യുന്നത് എന്താണ്? ഇലക്ട്രോളിസിസ് ഓഫ് സോഡിയം ക്ലോറൈഡ് സൊല്യൂഷൻ. അതിന് നമ്മൾ ബ്രൈൻ സൊല്യൂഷൻ എന്ന് പറയുന്നത്. അതിനുവേണ്ടി ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സൊല്യൂഷൻസ് അല്ലെങ്കിൽ സെല്ലുകൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അതിൻ്റെ അകത്ത് ഉപയോഗിക്കുന്നതാണ് കാർബൺ ആനോഡ്, metallic cathode with some special device by which sodium hydroxide is produced as an isolated brine-free cathode compartment. Okay, so ഇലക്ട്രോളിസിസ് നടത്തുമ്പോൾ സോഡിയം ക്ലോറൈഡിന്റെ സോഡിയം ഒരു വശത്തേക്കും ക്ലോറിൻ ഒരു വശത്തേക്കും അയണൈസ് ആവും. ഓക്കെ, സോ ദിസ് ഇസ് ദ മെത്തേഡ്. ഇലക്ട്രോളിസിസ് ചെയ്തിട്ടാണ് സിമ്പിൾ ആയിട്ട് ചീപ്പായിട്ട് ഹൈഡ്രജനെ ക്ലോറിൻ ഗ്യാസിനെ നമ്മൾ യൂസ്ഫുൾ ആക്കി മാറ്റുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ ഇസ് ദ പ്രോപ്പർട്ടി. ഇറ്റ് occurs as hard, brittle, scaly form, then fused mass. It is strongly alkaline, corrosive, also destroy tissues when exposed to air. It will readily absorb and liquefies. അറിയാലോ അല്ലെ, സോഡിയം ഹൈഡ്രോക്സൈഡ് നമുക്ക് പെട്ടെന്ന് തന്നെ ലിക്വിഫൈ ആയി പോകാനുള്ള സാധ്യതയുണ്ട്. സോ കാർബൺ ഡൈ ഓക്സൈഡിനെ അബ്സോർബ് ചെയ്തുകൊണ്ട് കാൽസ്യം കാർബണേറ്റ് ആകുന്നതും കാണാൻ സാധിക്കും. NaOH plus CO2 will give NaCO2 plus H2O. സോ വാട്ടറിൽ ഫ്രീ ആയിട്ട് ഡിസോൾവ് ആകും. ചൂട് കൊടുത്താൽ കുറച്ച് കൂടുതൽ ഡിസോൾവ് ആകും. ആൽക്കഹോളിൽ സോളിബിൾ ആണ്, ഗ്ലിസറോളിൽ സോളിബിൾ ആകും.
ആസിഡ് ഈസ് ഹൈലി ഡെലിക്വേസഡ്, നമുക്ക് അതിന് റെഡിലി കാർബൺ ഡൈ ഓക്സൈഡിനെ അബ്സോർബ് ചെയ്തിട്ട് ലിക്വിഫൈ ചെയ്യാനുള്ള സാധ്യതയുള്ളതുകൊണ്ട് വി ഹാവ് ടു സ്റ്റോർ ഇൻ എയർ ടൈറ്റ് കണ്ടെയ്നർ, ടൈറ്റ്ലി ക്ലോസ് കണ്ടെയ്നേഴ്സ്. സ്റ്റോപ്പേഴ്സ് ഓഫ് ഗ്ലാസ് ഒക്കെ നമ്മൾ ജാം ചെയ്യും. സോ അല്ലെങ്കിൽ സോഡിയം സിലിക്കേറ്റ് അവിടെ ഫോം ചെയ്യും. നോൺ റിയാക്റ്റീവ് ആയിട്ടുള്ള പ്ലാസ്റ്റിക് മെറ്റീരിയൽസിൽ വേണം ഉപയോഗിക്കാനായിട്ട്. യൂസ് എന്താണ്? ഇറ്റ് ഈസ് വെരി പവർഫുൾ കോസ്റ്റിക് ആൻഡ് വാട്ടർ റിമൂവലിന് വേണ്ടിയൊക്കെ സോഡിയം ഹൈഡ്രോക്സൈഡ് ഉപയോഗിക്കാറുണ്ട്. ആൻഡ് ഇറ്റ് ഈസ് സ്റ്റോർഡ് ഇൻ ടൈറ്റ്ലി ക്ലോസ്ഡ് കണ്ടെയ്നേഴ്സ്. The stoppers of glass may jam due to formation of sodium silicate. Powerful caustic agent ആണ്, വാട്ടർ റിമൂവ് ചെയ്യാൻ ഉപയോഗിക്കും. ആൻഡ് ക്യൂട്ടിക്കൽ റിമൂവലിന് വേണ്ടി 2.5% സൊല്യൂഷൻസ് ഉപയോഗിക്കാറുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? ക്യൂട്ടിക്കൽ റിമൂവൽ 2.5% സൊല്യൂഷൻ. ഓക്കെ, സോ സോഡിയം ഹൈഡ്രോക്സൈഡ് എന്ന് പറയുന്നത് ഒരു പവർഫുൾ കോസ്റ്റിക് ആണ്. Then it is also used for veterinary practice and also animal house disinfectant and pharmaceutical aid. Then sodium hypochlorite solution അല്ലെങ്കിൽ soda lime preparation ഒക്കെ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ഉപയോഗിക്കാം? This particular agentനെ ഉപയോഗിക്കാം, സോഡിയം ഹൈഡ്രോക്സൈഡ് ഉപയോഗിക്കാം. ഇതുവരെ ക്ലിയർ ആണോ? ഒന്ന് നമ്മള് നൈസായിട്ട് എഴുതിയിരിക്കുന്ന നോക്കിക്കേ, മിനിമൈസ് ആയിട്ട് എഴുതിയിട്ടുള്ളൂ. എന്താണത്? സോഡിയം ഹൈഡ്രോക്സൈഡ്, കോസ്റ്റിക് സോഡ, പ്രിപ്പറേഷൻ സോഡ ലൈം പ്രോസസ്, സ്ട്രോങ് അമോണിയം ഹൈഡ്രോക്സൈഡ് ആയിരുന്നു ഹേബ പ്രോസസ്. പ്രിപ്പറേഷൻ കഴിഞ്ഞു ക്യാരക്ടേഴ്സ് വൈറ്റ് പെല്ലറ്റ്, ദെൻ ഫോംസ് ബ്രിട്ടിൽ ആൻഡ് വെരി ഹാർഡ്. Strong alkaline in nature, corrosive, rapidly destroy organic tissue. Solubility എന്ന് പറയുന്നത് എന്താണ്? Freely soluble, very soluble in alcohol, solution in glycerol. Storage tightly closed, non-reactive glass അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കണ്ടെയ്നറിൽ സൂക്ഷിക്കണം. യൂസ് ആൽക്കലൈസർ ആണ്, ഫാർമസ്യൂട്ടിക്കൽ എയ്ഡർ ആണ്. ഗ്ലിസറോൾ സോളൻ ക്യൂട്ടിക്കൽ റിമൂവൽ 2.5% സൊല്യൂഷൻ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, വാട്ടർ റിമൂവലിന് നമ്മൾ ഉപയോഗിക്കും. നെക്സ്റ്റ് വൺ ഇസ് ബഫേഴ്സ് അല്ലെങ്കിൽ ഒഫീഷ്യൽ ബഫേഴ്സ് എന്താണെന്നാണ് നമ്മൾ പറയുന്നത്. സോ ബഫേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? സോ ചില ടൈപ്പ് ഓഫ് സൊല്യൂഷൻസിന്റെ pH കൺട്രോൾ ചെയ്യേണ്ടത് വളരെയധികം അനിവാര്യതയുള്ള കാര്യമാണ് അല്ലെ. സോ ടു കൺട്രോൾ ദ pH ഓഫ് സം സൊല്യൂഷൻസ് വി വിൽ യൂസ് എന്ത് ചെയ്യും? വി വിൽ ഹെൽപ് ദ സീക്ക് ഓഫ് ബഫേഴ്സ്. സോ റഫ്ലി രണ്ടായിട്ട് ബഫേഴ്സിനെ കാറ്റഗറൈസ് ചെയ്യാം. സ്റ്റാൻഡേർഡ് ബഫർ എന്നും official buffer. Okay, standard buffer system. This is mainly used for solutions having a special pH for analytical purpose. അത് ക്വാളിറ്റി അഷുറൻസിനൊക്കെ ഉപയോഗിക്കുന്നതിനെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് ബഫർ സിസ്റ്റം എന്ന് പറയുന്നത്. അടുത്തത് ആക്ച്വൽ അല്ലെങ്കിൽ ഒഫീഷ്യൽ എന്ന് പറയുന്നത് എന്താണ്? ആക്ച്വൽ ബഫർ സിസ്റ്റം അല്ലെങ്കിൽ ഫാർമസ്യൂട്ടിക്കൽ ബഫേഴ്സ് എന്ന് പറയുന്നത് ഫാർമസ്യൂട്ടിക്കൽ പ്രിപ്പറേഷന്റെ അകത്ത് pH വേരിയേഷൻ വരാതെ ഒരു ഡ്രഗിനെ നിർത്താനായിട്ട് ഉപയോഗിക്കുന്നതാണ് ആക്ച്വൽ ഫാർമസ്യൂട്ടിക്കൽ ബഫേഴ്സ് വിച്ച് ആർ ഡിസൈൻ ടു മെയിൻറ്റെയിൻ ദ pH ലിമിറ്റ്സ് ഇൻ ഫാർമസ്യൂട്ടിക്കൽ പ്രിപ്പറേഷൻ. സോ എന്താ ടു റെസിസ്റ്റ് ദ pH, അതിനെയാണ് നമ്മൾ ബഫർ എന്ന് പറയുന്നത്. രണ്ട് തരത്തിലുള്ള സ്റ്റാൻഡേർഡും അതേപോലെ തന്നെ ആക്ച്വലും. സ്റ്റാൻഡേർഡ് ബഫർ എന്ന് പറയുന്നത് they are designed to provide a solutions having a specific pH and it is towards quality assurance. Actual pharmaceutical buffer എന്ന് പറയുന്നത് എന്താണ്? To maintain the pH. Okay, then necessity for controlling the pH within certain specified limit in the case of some pharmaceutical preparations. So chemical stability കൂട്ടാനായിട്ട് ഇൻഗ്രീഡിയൻസിന്റെ solubility കൂട്ടാനായിട്ടൊക്കെ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? ഒഫീഷ്യൽ ബഫേഴ്സ് നമ്മൾ തീരുമാനിക്കുന്നത്. ഓക്കെ, so great care is to be exercised for selecting the buffer system from the point of view of both the chemical and pharmacological considerations. So official buffers select ചെയ്യുമ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്ന്, ആക്റ്റീവ് ഇൻഗ്രീഡിയൻസുമായിട്ട് ഒരു തരത്തിലുള്ള കോംപ്ലക്സ് ഉണ്ടാക്കാൻ പാടില്ല. റിഡോക്സ് റിയാക്ഷനുമായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പാടില്ല. സോളിബിലിറ്റി ഓഫ് ദ സൊല്യൂഷൻ ഓൾട്ടർ ചെയ്യാൻ പാടില്ല. ആസിഡ് ബേസ് റിയാക്ഷൻ അണ്ടർഗോ ചെയ്യാൻ പാടില്ല. അതേപോലെ and it should not undergo any acid base reaction other than required as part of the
ബഫർ ഫംഗ്ഷൻ. ഓക്കെ, സോ ഇത്രയാണ് ബഫർ, ഒഫീഷ്യൽ ബഫറിനെ പറ്റി പറയുന്നത്. ഇനി ഒരു കാര്യം കൂടെ ഉണ്ട്, ഒരു ബേസിക് റൂളും കൂടെ ഉണ്ട്. It should be safe and should not interfere the pharmacological activity of the active ingredient. ആക്റ്റീവ് ഇൻഗ്രീഡിയന്റുമായിട്ട് ഒരു തരത്തിലുള്ള നമ്മുടെ ബഫർ റിയാക്ട് ചെയ്യാനായിട്ട് പാടില്ല. ഓക്കെ, സോ നെക്സ്റ്റ് അടുത്ത ഒരു പ്രധാനപ്പെട്ട കാര്യം, വോളറ്റൈൽ സ്പീഷീസ് ഉണ്ടല്ലോ, അമോണിയ, കാർബൺ ഡൈ ഓക്സൈഡ് പോലെയുള്ള ഏജന്റുകൾ പരമാവധി നമ്മൾ ബഫർ ഏജൻസ് ഉള്ളിടത്ത് അവോയ്ഡ് ചെയ്യുക. കാരണം ദിസ് വിൽ ലീഡ്സ് ടു ലോസ് അല്ലെങ്കിൽ pH ഓൾട്ടർ ചെയ്യാൻ സാധ്യതയുണ്ട്. ബഫർ കപ്പാസിറ്റി, സിസ്റ്റത്തിന്റെ ബഫർ കപ്പാസിറ്റിയിൽ ചേഞ്ച് വരാൻ സാധ്യതയുണ്ട്. ആൽക്കലൈൻ ബഫർ ഷുഡ് ബി പ്രൊട്ടക്റ്റഡ് ഫ്രം കാർബൺ ഡൈ ഓക്സൈഡിന്റെ അബ്സോർപ്ഷൻ വിച്ച് വുഡ് അതർവൈസ് ലീഡ് ടു എ ഡ്രോപ്പ് ഇൻ pH. സോ ബഫേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ന്യൂട്രിയന്റ് മീഡിയ ആയിട്ടും കൂടെ ആക്ട് ചെയ്യാം. സോ മൈക്രോ ഓർഗാനിസംസ് ഒക്കെ വളരുവാനുള്ള സാധ്യതയും ബഫർ ഉള്ള ഏരിയാസ് സംഭവിക്കാറുണ്ട്. സോ പർട്ടിക്കുലർലി when the pH is close to the neutrality, okay, ന്യൂട്രൽ ആകുന്ന ഒരു കേസിൽ മൈക്രോബിയൽ ഗ്രോത്ത് കൂടുതലാകും. So this is not desirable, and to check this, the solution has to be preserved with low concentration of quaternary ammonium antimicrobial agent, അതായത് 0.002% ബെൻസാൽക്കോണിയം ക്ലോറൈഡ് പോലെ ലോ കോൺസെൻട്രേഷൻ ഉള്ള ക്വാട്ടേണറി അമോണിയം ഏജന്റുകൾ ആഡ് ചെയ്തുകൊണ്ട് വേണം നമ്മൾ ഉപയോഗിക്കാൻ. അല്ലെങ്കിൽ എന്ത് പറ്റുമെന്നാ പറഞ്ഞാൽ ന്യൂട്രലിൽ എത്തുമ്പോൾ മൈക്രോബിയൽ ഗ്രോത്ത് ബഫറിൽ കൂടാനുള്ള സാധ്യതയുണ്ട്. അടുത്ത ബോറേറ്റ്സ്. നമുക്കറിയാം ബോറേറ്റ് നമ്മൾ കൂടുതലായിട്ടും എക്സ്റ്റേണൽ പ്രിപ്പറേഷൻസ് ഉപയോഗിക്കുന്നത് അല്ലെ, ഒഫ്താൽമിക് അല്ലെങ്കിൽ നേസൽ സൊല്യൂഷൻസ് അല്ലെങ്കിൽ എക്സ്റ്റേണൽ പ്രിപ്പറേഷൻസിൽ. സോ പേരന്റൽ പ്രിപ്പറേഷൻസ് ഈ പറയുന്ന ബോറേറ്റുകൾ കോൺട്രാ ഇൻഡിക്കേറ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ വീക്ക് ഓർഗാനിക് ആസിഡുകൾ ഉണ്ടല്ലോ, അസിറ്റിക് ആസിഡ്, സിട്രിക് ആസിഡ് അല്ലെങ്കിൽ അതിന്റെ കോൺജുഗേറ്റഡ് ബേസസ് ഉണ്ടല്ലോ, ദേ ആർ ലോ ഇൻ ടോക്സിസിറ്റി ബിക്കോസ് they are normal body metabolite and can be used in solutions that are used internally, including parenteral injections. Then the phosphate buffer have an advantage in injectables because the pKa of the dihydrogen phosphate anion is close to the pH of the body fluid. So phosphate buffer ഒരു advantage ഉണ്ട്. അതിന്റെ ഇൻജെക്ടബിൾസ് എന്ന് പറയുന്നത് it is having a pKa which is very close to the pH of the body fluids. However, phosphate buffer should be preserved against the phosphate buffer should be preserved against the bacterial growth. Okay, the phosphate buffer should be preserved against the ബാക്ടീരിയൽ ഗ്രോത്ത്. ഇത്രയും നമ്മൾ പറഞ്ഞുള്ളൂ. ബോറേറ്റ് പോലെയുള്ള സാധനങ്ങൾ ഒഫ്താൽമിക് അല്ലെങ്കിൽ നേസൽ സൊല്യൂഷനിൽ എക്സ്റ്റേണൽ ആയിട്ട് ഉപയോഗിക്കേണ്ടതിനകത്ത് അതിന്റെ പേരന്റൽ സൊല്യൂഷൻ ഉപയോഗിക്കാൻ പാടില്ലാത്ത ഏജന്റുകൾ ഉപയോഗിക്കുമ്പോൾ, അല്ലെങ്കിൽ വീക്ക് ഓർഗാനിക് ആസിഡുകൾ, സിട്രിക് അല്ലെങ്കിൽ അസിറ്റിക് പോലെയുള്ള ആസിഡുകൾ, അവരുടെ കോൺജുഗേറ്റ് ബേസുകളൊക്കെ ദേ ആർ ഹാവിംഗ് ലോ ടോക്സിസിറ്റി, നോർമൽ ബോഡി മെറ്റബോളൈറ്റ് ആണ്. സൊല്യൂഷൻസിൽ യൂസ് ചെയ്യുമ്പോൾ അവരെന്ത് വേണം? They have to be used internally, including parenteral injections. The phosphate buffer no advantage ഉണ്ട്. They are having a pKa of dihydrate phosphate anion which is close to the pH of the body fluid. Okay, so dihydrate phosphate anion ന്റെ pH എന്ന് പറയുന്നത് ബോഡി ഫോസ്ഫേറ്റിനോട് ഈക്വൽ ആണ്. സോ ഫോസ്ഫേറ്റ് ബഫർ വേണം നമ്മൾ എവിടെ ഉപയോഗിക്കാൻ? ഈ പർട്ടിക്കുലർ ഈ സമയത്ത് ഉപയോഗിക്കാനായിട്ട്. സോ ബാക്ടീരിയൽ ഗ്രോത്ത് പ്രിവെന്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കുക. ദ ബഫേഴ്സ് അല്ലെങ്കിൽ ബഫർ സൊല്യൂഷൻസ് എന്ന് പറയുന്നത് they are not specified in the monograph of the pharmacopoeia. They need to appear in the pharmacopoeia under appendix of reagents അല്ലെങ്കിൽ solutions. ബഫർ സൊല്യൂഷൻസ് എന്ന് പറയുന്നത് ഇന്ത്യൻ ഫാർമക്കോപ്പിയ 1996 പ്രകാരമായിരിക്കും ബഫർ സൊല്യൂഷൻസിന്റെ സ്റ്റാൻഡേർഡ്സ് പറഞ്ഞിട്ടുണ്ടാവുക. ഓക്കെ, അപ്പൊ ഏറ്റവും ആദ്യം സ്റ്റാൻഡേർഡ് ബഫർ സൊല്യൂഷൻസ് നോക്കാം. ഓക്കെ, അപ്പം ഇത്ര ഒന്ന് വായിച്ചു നോക്കിയ ഒഫീഷ്യൽ ബഫേഴ്സ് സൊല്യൂഷൻസ് ഹാവിംഗ് സ്റ്റാൻഡേർഡ് pH യൂസ്ഡ് ഫോർ റെഫറൻസ് പർപ്പസ്. അനലിറ്റിക്കലും ഉണ്ട്, ഒഫീഷ്യലും ഉണ്ട്. അനലിറ്റിക്കൽ എന്തിനു വേണ്ടിയിട്ടാണ്? അനലിറ്റിക്കൽ പർപ്പസിന് വേണ്ടിയിട്ട്. മാക്സിമം എന്തിനാണ്? ഒരു പ്രിപ്പറേഷന്റെ pH മെയിൻറ്റെയിൻ ചെയ്യാനുമാണ്. സ്റ്റാൻഡേർഡ് ബഫർ എന്ന് പറഞ്ഞാൽ ക്വാളിറ്റി അഷുറൻസിനാണ്. ഇനി സ്റ്റാൻഡേർഡ് ബഫർ എന്താണെന്ന് നോക്കാം.
സോ വായിച്ചു കഴിഞ്ഞാലും നമുക്ക് സ്റ്റാൻഡേർഡ് ബഫർ സൊല്യൂഷൻ എന്താണെന്ന് നോക്കാം. സ്റ്റാൻഡേർഡ് ബഫർ സൊല്യൂഷൻസ് എന്ന് പറഞ്ഞാൽ ദീസ് ആർ സൊല്യൂഷൻസ് ഓഫ് സ്റ്റാൻഡേർഡ് പി എച്ച്. സ്റ്റാൻഡേർഡ് പി എച്ച് ഉള്ള സൊല്യൂഷൻസിനെയാണ് സ്റ്റാൻഡേർഡ് ബഫർ സൊല്യൂഷൻസ് എന്ന് പറയുന്നത്. ഇവരെ നമ്മൾ ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു റെഫറൻസിന് വേണ്ടിയിട്ട്, ഈ പി എച്ചിനെ ഐഡന്റിഫൈ റെഫറൻസ് പർപ്പസിന് വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റാൻഡേർഡ് ബഫർ സൊല്യൂഷൻസ് യൂസ് ചെയ്യുന്നത്. അവിടെ പി എച്ച് മെഷർമെന്റ് ഉണ്ടാകും. Okay, pharmacopoeia testing with the pH measurements and also require adjustments or to maintenance of the specified pH. ഈ ഒരു pH ന്റെ മെയിൻ്റനൻസിന് വേണ്ടിയിട്ടും ഒക്കെ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? സ്റ്റാൻഡേർഡ് ബഫർ സൊല്യൂഷൻസ് റെഫറൻസ് ആയിട്ട് ഉപയോഗിക്കുന്നത്. സോ രണ്ട് രീതിയിൽ ഉണ്ടാക്കാം. ഫസ്റ്റ് വൺ, സ്പെഷ്യൽ ബഫർ സൊല്യൂഷൻസ് ക്യാൻ ബി പ്രിപ്പയർഡ് ബൈ അതിന് മൈക്രോബയോളജിക്കൽ അസേ ഓഫ് ആന്റിബയോട്ടിക്സോ അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ മോണോഗ്രാഫ് ഉണ്ടല്ലോ ഫാർമക്കോപ്പി, അത് പറഞ്ഞിരിക്കുന്ന പ്രകാരം പ്രിപ്പയർ ചെയ്യാം. ഇല്ലെങ്കിൽ ദ റിയേജൻസ് റിക്വയർഡ് ഫോർ ദ പ്രിപ്പറേഷൻ ഓഫ് സ്റ്റാൻഡേർഡ് ബഫർ സൊല്യൂഷൻസ്, നമുക്ക് എന്തൊക്കെ ഏജൻസ് വേണം എന്ന് ഓൾറെഡി ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. സോ ഇത്തരം ഏജന്റുകളെ എല്ലാം കൂടെ നമ്മൾ എടുക്കുക. അവരെ നമ്മൾ ക്രിസ്റ്റലൈൻ റിയേജൻസിനെ, ബോറിക് ആസിഡ് ഒഴികെയുള്ളവരെ 110 മുതൽ 120 വരെയുള്ള ഡിഗ്രി സെൽഷ്യസിൽ 1 മണിക്കൂർ ഉപയോഗത്തിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം? പ്രയർ ഡ്രൈ. ഓക്കെ, എന്നിട്ട് ഫ്രഷ്ലി ബോയിൽഡ് ആയിട്ടുള്ള കൂൾ ചെയ്ത വാട്ടർ, തിളപ്പിച്ചാറിയ വെള്ളം എടുക്കുക. Then the prepared solution should be stored in chemically resistant ആയിട്ടുള്ള കണ്ടെയ്നേഴ്സ്, ഗ്ലാസ് അല്ലെങ്കിൽ സ്റ്റോപ്പേർഡ് ബോട്ടിൽ സൂക്ഷിക്കുക. ഒരു ആൽക്കലൈൻ ഫ്രീ ഗ്ലാസ് ആയിരിക്കണം. 3 മാസത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുക? 3 months of preparationന് വേണ്ടി ഉപയോഗിക്കാം. Any solution which has become cloudy അല്ലെങ്കിൽ shows any evidence of deterioration should be discarded. Okay, എന്തെങ്കിലും ഒരു ഡിറ്റീരിയോറേഷന്റെ ഒരു എവിഡൻസ് കാണിക്കുകയാണെങ്കിൽ നമ്മൾ അതിനെ ഒഴിവാക്കുക. സ്റ്റാൻഡേർഡ് ബഫർ സൊല്യൂഷൻസ് എന്ന് പറയുന്നത് they are of various ranges. അതിന്റെ pH വാല്യൂ 1.2 to 10 and may be prepared by combination 0.2 molar hydrochloric acid അല്ലെങ്കിൽ 0.2 molar sodium hydroxide, അങ്ങനെയുള്ള സൊല്യൂഷൻസ് ഒക്കെ ആയിരിക്കും നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് നമുക്ക് നോക്കാം HCl ഹൈഡ്രോക്ലോറിക് ആസിഡ് ബഫർ എങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്ന് നോക്കാം. ഓക്കെ, ആദ്യമേ സ്റ്റാൻഡേർഡ് ബഫർ ആണ് പറയുന്നത്, ഹൈഡ്രോക്ലോറിക് ആസിഡ് നോക്കാം. ഓക്കെ, take 50 ml of 0.2 molar KCl and 200 ml volumetric flask. 200 ml volumetric flaskiലേക്ക് 50 ml 0.2 molar ഹൈഡ്രോക്ലോറിക് ആസിഡ് ആഡ് ചെയ്യാം 200 ml വോളിമെട്രിക് ഫ്ലാസ്കിലേക്ക്. ഓക്കെ, എന്നിട്ട് നെക്സ്റ്റ് ആസിഡ് താലേറ്റ് ബഫർ. ഓക്കെ, ആസിഡ് താലേറ്റ് ബഫർ ഉണ്ടാക്കുന്നതിന് 50 ml 0.2 molar ഹൈഡ്രജൻ, പൊട്ടാസ്യം ഹൈഡ്രജൻ താലേറ്റ് സൊല്യൂഷൻ എടുക്കുക 200 ml വോളിമെട്രിക് ഫ്ലാസ്കിൽ. അപ്പൊ ഓരോന്നിനകത്തും എടുക്കുന്ന റിയേജൻസിനാണ് സ്പെഷ്യാലിറ്റീസ് ഉള്ളത്. ഏറ്റവും ആദ്യം നമ്മൾ എടുത്തത് ഏതായിരുന്നു? ഫസ്റ്റ് നമ്മൾ എടുത്ത ഹൈഡ്രോക്ലോറിക് ആസിഡ് ബഫർ ആണ്. ഹൈഡ്രോക്ലോറിക് ആസിഡ് ബഫറിൽ 50 ml 200 ml ഫ്ലാസ്കിൽ എടുത്തത് 0.2 പൊട്ടാസ്യം ക്ലോറൈഡ് ആഡ് ചെയ്യുക. ആസിഡ് താലറ്റ് 0.2 പൊട്ടാസ്യം ഹൈഡ്രജൻ താലേറ്റ് ആഡ് ചെയ്യുക. നെക്സ്റ്റ് വൺ ആസിഡ് താലേറ്റ്, അടുത്ത ന്യൂട്രലൈസ്ഡ് താലേറ്റ് ബഫർ അല്ലെങ്കിൽ താലേറ്റ് ബഫർ. അവിടെ നമ്മൾ എന്ത് ചെയ്യും? പൊട്ടാസ്യം ഹൈഡ്രജൻ താലേറ്റ് സൊല്യൂഷൻ 50 ml, അതേപോലെ 0.2 മോളാർ സോഡിയം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷൻ രണ്ടും നമ്മൾ 200 ml ഫ്ലാസ്കിലേക്ക് എടുക്കുക, ഷേക്ക് ചെയ്യാം. നെക്സ്റ്റ് വൺ ഫോസ്ഫേറ്റ് ബഫർ. ഫോസ്ഫേറ്റ് ബഫറിന്റെ പ്രത്യേകത എന്താണ്? 50 ml 0.2 മോളാർ പൊട്ടാസ്യം ഡൈഹൈഡ്രജൻ ഫോസ്ഫേറ്റ്, പൊട്ടാസ്യം ഡൈഹൈഡ്രജൻ ഫോസ്ഫേറ്റ് എടുക്കുക, 200 ml വോളിമെട്രിക് ഫ്ലാസ്കിലേക്ക് ആഡ് ചെയ്യുക. അതിലേക്ക് 0.2 മോളാർ സോഡിയം ഹൈഡ്രോക്സൈഡും ആഡ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് ആൽക്കലൈൻ ബോറേറ്റ് ബഫർ. ആൽക്കലൈൻ ബോറേറ്റ് ബഫറിനകത്ത് നമ്മൾ എന്താ ചെയ്യുന്നത്? 50 ml എടുക്കുക, 0.2 മോളാർ ബോറിക് ആസിഡും 0.2 മോളാർ പൊട്ടാസ്യം ക്ലോറൈഡ് സൊല്യൂഷൻ എടുക്കുക ഇൻ 200 ml വോളിമെട്രിക് ഫ്ലാസ്ക്, then 0.2 മോളാർ സോഡിയം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷൻ ആഡ് ചെയ്യുക. റിക്വയർഡ് amount of water വെച്ചാണ് മേക്കപ്പ് ചെയ്യുക. ഓക്കെ, then വേറെയും കുറെ ബഫർ സൊല്യൂഷൻസ് ഉണ്ട്. അസറ്റേറ്റ് ബഫർ, then അസറ്റിക് ആസിഡ്, അമോണിയം അസറ്റേറ്റ് ബഫർ, അങ്ങനെ ഒരുപാട് തരത്തിലുള്ള
ബഫറിങ് ഏജന്റുകൾ ഉണ്ട്. ഓക്കെ, നമുക്ക് ഇത്രയും നോട്ടുകൾ ഇന്ന് തന്നെ എഴുതിയെടുക്കുക, ഇന്ന് തന്നെ പഠിക്കാം. ഓക്കെ, താങ്ക് യു.